കാരണം കേരളത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച ആദ്യത്തെ വ്യക്തിയല്ല ഇയാൾ. അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഇതിന് ഉത്തരവാദിയാണ്. എന്തിന് കേരളത്തിൽ മദ്യം വിൽക്കുന്നു എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. മദ്യം കുടിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും. അപ്പം അത് റെസ്ട്രിക്ട് ചെയ്യാതെ മദ്യം വിൽക്കുന്നുണ്ട്. അത് വാങ്ങിച്ച് കുടിച്ചിട്ട് പുറത്തേക്ക് പോയപ്പോൾ സംഭവിച്ചൊരു കാര്യം. സിദ്ധാർത്ഥ് പ്രഭു ഉണ്ടെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരാളെ ഇടിച്ചിട്ടതിന് ശേഷം നാട്ടുകാരൊക്കെ കുറച്ച് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഈ ഒരു ജിഷനും വൈഫും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെന്തിനാണ് ഇവനെ ഇങ്ങനെ എടുത്തിട്ട് അടിക്കുന്നത്, ആരാണ് അവർക്ക് ലൈസൻസ് കൊടുത്തതെന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ഇതേ കണക്ക് സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വലിയ പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് കഴിഞ്ഞ ദിവസം ആ ഒരു ഇടിച്ച വ്യക്തി ഉണ്ടെങ്കിൽ ഇടികൊണ്ട ആ ഒരു വ്യക്തി മരണപ്പെട്ടത്. അതിനുശേഷം ആൾക്കാർ ഫുള്ള് ഇവരെ കമൻറ്റ് ബോക്സിൽ ചെന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് സിദ്ധാർത്ഥിനെ സപ്പോർട്ട് ചെയ്യാൻ വയ്യേ, എന്താണ് ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിനെ എന്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഫുള്ള് നെഗറ്റീവ് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ മൊത്തം അത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ ഒരു റിപ്ലൈ കൊടുത്തേക്കുന്നത്. നിങ്ങൾ ഇനി പൊങ്കാല ഇടാൻ വന്നവരൊക്കെ പൊങ്കാല ഇട്ടിട്ട് പൊയ്ക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നതൊന്നുമില്ല. പക്ഷെ നാട്ടുകാർക്ക് ഇതേ കണക്ക് കൈകാര്യം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല, അതിനൊക്കെ നിയമമുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെയും ഈ ഒരു അമ്മയെ തൻ്റെ മറുപടി ആ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ആൾക്കാർ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അമ്മയെയും ജിഷനെയും സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു.